നമസ്കാരം. വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന് മുന്നിൽ വലിയ സാമ്പത്തിക ബാധ്യതകളാണ് കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിന് പണം കണ്ടെത്തൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതേസമയം സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് താനും. ഇതിനിടെ LDF സർക്കാർ ഇറങ്ങി UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഖജനാവിൽ ബാക്കിയുണ്ടായിരുന്നത് 5429 കോടി രൂപയെന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. ഈ മാസം 1 വരെയുള്ള കണക്കാണിത്. ധനവകുപ്പിന്റെ വിവരാവകാശ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. കേരളം പാപ്പരായ സംസ്ഥാനമാണെന്നും പൂർണ്ണമായി തകർന്നടിഞ്ഞ സാമ്പത്തിക നിലയിലാണ് സംസ്ഥാനം ഉള്ളതെന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. ആന്റണിയുടെ പരാമർശത്തിന് പിന്നാലെ തന്നെ ഖജനാവ് കാലിയല്ലെന്നും 6000 കോടി രൂപ ബാക്കി വെച്ചാണ് ഇറങ്ങിയതെന്നും KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. പൂച്ച പെറ്റുകിടന്നെന്ന് ആക്ഷേപിച്ച ഖജനാവിൽ പണമുള്ളതുകൊണ്ടാണ് ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് വിവരാവകാശ രേഖ കൂടി പുറത്തു വന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലവിൽ സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് PMA സലാമും ഖജനാവ് കാലിയാണെന്ന് ആരോപിച്ചിരുന്നു. അതേസമയം പൊതുവിപണിയിൽ നിന്ന് 1800 കോടി രൂപ കൂടി കടമെടുക്കാനാണ് UDF സർക്കാരും ഒരുങ്ങുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ കടമെടുക്കലാണിത്. റിസർവ് ബാങ്കിന്റെ ഈ കുബേര സംവിധാനം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ്. ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും പുറമെ ഈ മാസം ക്ഷേമ പെൻഷനും സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് കടമെടുക്കുന്നത്. റിസർവ് ബാങ്ക് വഴി ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം 26-ന് നടക്കും. ഡിസംബർ വരെ 23,000 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. V.D. സതീശൻ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ മെയ് 12-ന് കേരളം 2800 കോടി രൂപ കടമെടുത്തിരുന്നു. അതേസമയം ഇത്തവണയും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കടുംവെട്ട് നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇതേ കാരണത്തിന് LDF സർക്കാരും കേന്ദ്രവും നിയമപോരിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. V.D. സതീശൻ സർക്കാരും കേന്ദ്രവുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ മെയ് 12-നാണ് കേരളം 2800 കോടി കടമെടുക്കുന്നത്. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 400 കോടി രൂപയും 11 വർഷ കാലാവധിയിൽ 1000 കോടി രൂപയും 16 വർഷ കാലാവധിയിൽ 1400 കോടി രൂപയുമാണ് അന്ന് സമാഹരിച്ചത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പൊതുകടം 4600 കോടി രൂപയായി വർദ്ധിക്കും. ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്രം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കും. പരിധി നിശ്ചയിക്കും മുൻപ് തൽക്കാലത്തേക്ക് കടമെടുക്കാൻ അനുവദിക്കാറുണ്ട്. ഇക്കുറി കേരളത്തിന് ഇപ്രകാരം 4700 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇതുപ്രകാരമുള്ള കടമെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസക്കാലത്ത് 23,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയിരുന്നതെന്ന് അറിയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത്തവണ 6,500 കോടി രൂപയോളം വെട്ടിക്കുറച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 16.29 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് ബജറ്റ് രേഖകൾ പറയുന്നത്. ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഇതിന്റെ 3.5% വരെ കേരളത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. അതായത് 48,872 കോടി രൂപ. എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ കൂടി കേരളത്തിന്റെ പൊതുകടമായി പരിഗണിച്ചാണ് കേന്ദ്രം കടപരിധിയിൽ കുറവ് വരുത്തിയത്. ഇത് ജനപ്രിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ V.D. സതീശൻ സർക്കാരിന് തിരിച്ചടിയാകും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിച്ചിരുന്നു. എന്നാൽ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് UDF പ്രഖ്യാപനം. ഇത് നടപ്പിലാക്കാൻ പ്രതിമാസം 1680 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഈ തുകയും സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു.